എല്ലായ്പ്പോഴും വ്യക്തതയുള്ളവരാകുക, ലാളിത്യം സ്വീകരിക്കുക, സ്വാർത്ഥത കുറയ്ക്കുക, ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. അവരില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നതിനു പകരം ആരില്ലെങ്കിലും എനിക്ക് ജീവിച്ചേ മതിയാകൂ എന്ന മനോഭാവത്തിൽ നിന്നുമാണ് നമ്മൾ ജീവിതം തൊട്ടറിയുന്നത്. നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ്. അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ സാധിക്കും. ആളുകൾ നിങ്ങൾക്കെതിരെ പോരാടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വളരുകയാണെന്ന് അർത്ഥമാകുന്നു. പ്രയാസകരമായ സമയത്തെക്കുറിച്ച് വിഷമിക്കേണ്ട. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ചില കാര്യങ്ങൾ മാറ്റങ്ങളിൽ നിന്നോ തെറ്റുകളിൽ നിന്നോ ആണ്. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പുറത്തുള്ള ആൾക്ക് കൂടി തോന്നണം താൻ സ്നേഹിക്കപ്പെടുന്നു എന്ന്. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായ നിങ്ങളെ ഇഷ്ടപ്പെടും. ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത്. അത് നിങ്ങളെ നശിപ്പിക്കും. പൂക്കൾ ഇല്ലാതാവുമ്പോഴല്ല, ഇലകൾ ഇല്ലാതാവുമ്പോഴാണ് മരങ്ങൾ അനാഥമാകുന്നത്. ഒറ്റയായ മനുഷ്യരും ഉറവയില്ലാത്ത കിണറും ഒരുപോലെയാണ്. രണ്ടും കാലക്രമേണ ഉപേക്ഷിക്കപ്പെടും. എത്രയൊക്കെ സങ്കടങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് പകൽ സമയങ്ങളിൽ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ചു കാണിച്ചാലും രാത്രി ഉറങ്ങാൻ നേരം ചില ഓർമ്മകൾ വന്ന് നമ്മുടെ കണ്ണുകൾ നിറയ്ക്കും. നിനക്കു വേണ്ടി നീ ആരെയും മാറ്റരുത്. മറ്റാർക്കു വേണ്ടിയും നിങ്ങളും മാറരുത്. നാളെ എല്ലാം മാറും. പക്ഷേ ഈ നിമിഷം അതിജീവിച്ചേ മതിയാകൂ. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല. അത് നിങ്ങൾ ഇന്നത്തേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. ഓർക്കുക, ജീവിതത്തിൽ ചിലതൊക്കെ മറന്നു കളയണം. അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നുപോയെന്ന് വരും. മറന്നു പോകുന്ന മനസ്സും നിലച്ചു പോകുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ മനസ്സ് നല്ലതാണെന്ന് നിങ്ങൾക്കൊരു ബോധമുണ്ടായാൽ മതി. ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉപദേശം സ്വീകരിക്കാം. പക്ഷേ അവസാന തീരുമാനം നമ്മുടേതായിരിക്കണം. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ഒരുമിച്ച് നടന്നപ്പോൾ എന്തു നേടി എന്നതല്ല, തനിച്ചു നടന്നപ്പോൾ പിന്നിൽ നിന്ന് വിളിക്കാൻ പോലും ആരുമില്ല എന്ന തിരിച്ചറിവാണ് ജീവിതം. പ്രതീക്ഷകൾ ഇല പോലെയാവണം. കൊഴിയും തോറും പുതിയവ തളിർത്തുകൊണ്ടേയിരിക്കണം.